ത്രികോണ മത്സരങ്ങൾ നടന്നിടത്തൊന്നും വലിയ രീതിയിൽ വോട്ടിംഗ് ശതമാനം ഉയർന്നിട്ടില്ല എന്നുള്ളത് ഒരു വലിയ ആശങ്കയ്ക്ക് മൂന്ന് മുന്നണികൾക്കും ഇട നൽകുന്നുണ്ട്. പക്ഷേ LDFും NDAയും പറയുന്നു തങ്ങൾക്ക് അനുകൂലമായി തന്നെയാണ് വിധിയെഴുത്തുണ്ടായിരിക്കുന്നത്, വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് തങ്ങൾക്ക് അനുകൂലമാകും എന്ന് പറയുന്നത്. ഇത് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഈ BJPയും ഒപ്പം തന്നെ LDFും എന്നൊക്കെ പറയുന്നത് കേഡർ പാർട്ടികളാണ്. അവർ അവരുടെ വോട്ടുകൾ കൃത്യമായി തന്നെ ഈ മണ്ഡലങ്ങളിൽ, ഈ ത്രികോണ മത്സരം നടന്ന മണ്ഡലങ്ങളിൽ ചെയ്യിച്ചിട്ടുണ്ട്, തങ്ങളുടെ ഉറച്ച വോട്ടുകൾ പെട്ടിയിൽ വീണ് കഴിഞ്ഞിരിക്കുന്നു എന്നവർ പറയുന്നു. പക്ഷേ LDF പ്രതീക്ഷിക്കുന്നത് കേരളത്തിൽ 8 സീറ്റുകൾ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. NDA 2 സീറ്റുകൾ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുമ്പോൾ UDF 10 സീറ്റുകൾ വരെ ലഭിക്കുന്നു. ഇതിലാകെ ഉറപ്പുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് മുസ്ലിം ലീഗാണ്. തങ്ങളുടെ കോട്ടയ്ക്ക് ഒരു ഇളക്കവും സംഭവിക്കില്ല എന്നവർ ഉറപ്പിച്ച് പറഞ്ഞു. അത് ഏറെക്കുറെ ശരിയുമാണ്. BJP പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന മറ്റ് 2 മണ്ഡലങ്ങൾ കൂടിയുണ്ട്. അത് ആലപ്പുഴയും പത്തനംതിട്ടയുമാണ്. ഏതായാലും 2019 77.51% വോട്ടിംഗ് നടന്നിടത്ത് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അനുസരിച്ച് 7% വോട്ടിംഗ് പെർസെൻറ്റേജ് കുറവാണ്. ഇത് മൂന്ന് മുന്നണികളെയും ആശങ്കയിൽ ആഴ്ത്തുന്നുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ അവലോകനങ്ങൾ പാർട്ടിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകും. അടിയൊഴുക്കുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത് വരും മണിക്കൂറുകളിൽ നമുക്ക് ഒരുപക്ഷെ അറിയാനും കഴിയും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.